വിജയമാണെന്ന് കണ്ടപ്പോഴേക്കും ഇന്ദിരാഗാന്ധി ഒരു 3 ഫോർമുലയായിട്ട് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വന്നു. അതായത് നമുക്ക് പിന്നീട് സംസാരിക്കാം, അതുവരെ വളരെ അത്യാവശ്യമുള്ള 1-2 ഇഷ്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന്. പക്ഷെ അത് ഇവര് സമര സഹായ സമിതി, അന്നത്തെ ആക്ഷൻ കമ്മിറ്റി അത് അംഗീകരിച്ചില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ ആരെങ്കിലും EK നാരായണൻ, അതുപോലെ തന്നെ VG ഭാസ്കരൻ നായർ, KN രവീന്ദ്രനാഥ് ഇവരൊക്കെ വന്നിട്ട് ഈ തൊഴിലാളികളെ, ഗാങ്ങിലുള്ള തൊഴിലാളികളെയൊക്കെ പിടിച്ചു നിർത്താൻ വലിയ പാടാണ്. ആ സമയത്ത് തന്നെയാണ് ബ്രിട്ടനിൽ ഖനി തൊഴിലാളികളുടെ സമരം ഉണ്ടായത്. അത് 3 മാസം നീണ്ടു നിന്നു. പക്ഷെ അവര് ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നത് കൊണ്ട് അവർക്ക് ആർക്കും പട്ടിണി കിടക്കേണ്ടി വന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 20-ാം തീയതി ശമ്പളം കിട്ടിയില്ലെങ്കിൽ റണ്ണിങ് സ്റ്റാഫും പട്ടിണിയാകും. അതുപോലെ തന്നെ ഗാങ്ങിലുള്ളവർക്കും ശമ്പളം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ നമുക്കൊക്കെ ഒരേ ഡേറ്റിലായിരുന്നല്ലേ ശമ്പളം. ഇന്ന് അന്നത്തെ കാലത്ത് എനിക്ക് 500 രൂപയെ ശമ്പളം കിട്ടുള്ളൂ. 74 സമര കാലഘട്ടത്തിൽ 500 രൂപ ശമ്പളം മേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇതാണ്. ഇന്നൊക്കെ നമുക്കൊക്കെ ഒരുവിധം റീസണബിളി ഗുഡ് സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബ ബാധ്യത ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബ ബാധ്യത ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യണം. പിന്നെ ധൈര്യം വേണം ജീവിക്കാൻ. നമുക്ക് ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലോ പണിഷ്മെന്റ് തന്നാലോ അതിനെ അതിജീവിക്കാനുള്ള മനോധൈര്യം വേണം. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 68-ലെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോ 68-ലെ ഞാനന്ന് ഒരവക്കോട് ഡീസൽ അസിസ്റ്റന്റാണ്. അപ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ അമ്മയും ഈ സഹോദരിയും ഭാര്യയും എല്ലാവരും കൂടി പോയിട്ട് അവിടെ ആ മേലെപ്പുറത്തൊരു വീട്ടില് വേലുമേസരുടെ ലൈൻ എന്ന് പറയും, ആ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോ രാത്രിയായപ്പോ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി വന്ന് മൂട്ടി വിളിച്ച് എന്നോട് പറഞ്ഞു, നമ്മളെയൊക്കെ പിരിച്ചുവിടാൻ പോകും, കൺഫർമേഷൻ ആയിട്ടില്ല. അന്ന് കൺഫർമേഷൻ ആകുക എന്നുള്ളൊരു കടമ്പയുണ്ട്. അപ്പൊ ഞാൻ A ഗ്രേഡ് ഫയർമാനായിട്ട് വന്നാണെങ്കിൽ റെയിൽവേ സർവീസ് കമ്മീഷൻ കാൻഡിഡേറ്റ് ആണെങ്കിലും കൺഫർമേഷൻ ആകാത്തതുകൊണ്ട് ഞങ്ങളെയൊക്കെ സമ്മറി ആയിട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സുഹൃത്തുക്കൾ നല്ല ബുദ്ധി കൊണ്ട് പറഞ്ഞേ, നീ ഒരു കാര്യം ചെയ്, ജോലിക്ക് കയറിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ജോലിക്ക് അങ്ങനെ ഞാൻ ഒരുത്തനായിട്ട് രക്ഷപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നിന്ന് പിരിച്ചു വിട്ടാലും വല്ല കൈവണ്ടി വലിച്ചിട്ടോ അല്ലെങ്കിൽ പുല്ല് വെട്ടിയിട്ടോ ജീവിക്കാന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അത് പിൽക്കാലത്ത് എൻ്റെ എല്ലാ റിമൂവലിലും ഞാനത് പകർത്തിയാണ് ജീവിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ 76-ൽ ഈ റെയിൽവേ ക്വാർട്ടേഴ്സ് ഉപേക്ഷിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പോലീസിന്റെ അട്രോസിറ്റീസും ഈ റെയിൽവേ ഭരണകൂടത്തിന്റെ അട്രോസിറ്റീസും കൊണ്ടാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ടെമ്പററി വീട് വെച്ച്, അതായത് ഓടും കൂടും പനമ്പും ഒക്കെ ആയിട്ട് ഒരു 4 മുറിയുള്ള വീട് ഇതിന്റെ പുറകിൽ വെച്ച് അങ്ങനെ താമസിച്ച് അതിനുശേഷം 84-ലാണ് ഒരു വീട്, ഇത് തന്നെ ഇതിന്റെ 1/4 ഭാഗമുള്ളന്ന് ഓടും കൂടുമായിട്ടൊരു വീടും, പിന്നെ അവിടെ ഇതായിരുന്നു ഇങ്ങനെ ഇത് ചെയ്യാത്ത തറ മാത്രം കെട്ടിയിട്ടേക്കായിരുന്നു ഇവിടെ. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അങ്ങനെയൊക്കെ ഇവിടെ വന്നത് അങ്ങനെയാണ് അന്ന്. അപ്പൊ ഞാൻ 81-ല് പിന്നെ അടുത്ത പിരിച്ചു 77-ല് ഞാൻ സർവീസിൽ തിരിച്ച് കയറി കഴിഞ്ഞപ്പോ എന്താണ് സ്ഥിതി എന്ന് വെച്ചാല് 42 പേര്
ജൂനിയറായിട്ടുള്ള 42 പേര് ബുഷ് ഡ്രൈവറായി. സി ഗ്രേഡ് ഡ്രൈവർ എന്ന് പറയുന്നത്. അന്ന് ഞാൻ എ ഗ്രേഡ് ഫയർമാൻ, ഡീസൽ അസിസ്റ്റന്റ് ആയിരുന്നു, എ ഗ്രേഡ് ഫയർമാൻ. അത് സി ഗ്രേഡ് ഡ്രൈവറായി അവര്. 42 പേർക്ക് എൻ്റെ മുകളിൽ സീനിയോറിറ്റി കൊടുത്ത്. കാരണം അപ്പൊ അത് 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 കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത്, ആ 77-ന് ശേഷം ആ മധുദണ്ഡവാദയുടെ ഉത്തരവ് വന്നതിന് ശേഷം ആ സീനിയോറിറ്റി എല്ലാം തിരിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ സി ഗ്രേഡ് ഡ്രൈവർ, ഗുഡ്സ് ഡ്രൈവർ ആയത്. അന്ന് ഫയർമാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷണ്ടിങ് ഡ്രൈവർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഗ്രേഡ് ഡ്രൈവർ, പിന്നെ ബി ഗ്രേഡ് ഡ്രൈവർ എന്ന് പറയും, പാസഞ്ചർ ഡ്രൈവർ. അങ്ങനെ ഞാൻ 78-ല് പാസഞ്ചർ ഡ്രൈവറായിട്ട് ഞാൻ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ പോയി. അത് കഴിഞ്ഞിട്ട് 81 ജനുവരി വരെ കൊല്ലത്താണ് വർക്ക് ചെയ്തത്. കരിവണ്ടിയാണെന്ന്. അതും കഴിഞ്ഞ് വന്ന് 81 ജനുവരിയിൽ ട്രാൻസ്ഫർ വന്നിട്ട് കോട്ടയത്ത് നിന്നുള്ള പാസഞ്ചർ വന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പണിമുടക്കില്ല, 81-ലെ സമരത്തില്ല. വളരെ ഞാൻ പോയിട്ട് അപ്പം തന്നെ, അന്ന് സിക്ക് ലീവാണ്, സിക്ക് ചെയ്ത്. എന്നിട്ട് എന്നെ ആദ്യം ചെയ്ത് ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫർ ചെയ്തു മൈസൂറിലേക്ക്, അരശിക്കരയ്ക്ക്. അന്ന് മൈസൂർ സദേൺ റെയിൽവേയുടെ ഭാഗമായിരുന്നു. ബാംഗ്ലൂരും മൈസൂറും സദേൺ റെയിൽവേയിലായിരുന്നു.